ലാൻസ് ജെമൻഡെ ഒരു ടേമാണ്. സോ നമുക്ക് എന്താണെന്ന്. സോ ഇറ്റ് മീൻസ് ആനുവൽ അസംബ്ലി ഓഫ് സിറ്റിസൺസ് ഇൻ ദ കാൻറ്റൺ ഓഫ് ഗ്ലേറസ് ആൻഡ് 4 ഹാഫ് കാൻറ്റൺസ്. അതായത് ബ്രിട്ടനിലെ കാൻറ്റൺസ്, സ്റ്റേറ്റുകൾ നമ്മൾ പറയുമല്ലോ, അതിനകത്ത് അവിടെ അറിയപ്പെടുന്നതാണ് കാൻറ്റൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഗ്ലേറസ് എന്ന് പറയുന്ന കാൻറ്റണിലെയും അതിന് ചുറ്റുപാടുമുള്ള 4 അവിടെ ഈ ഫുൾ കാൻറ്റൺസ്, ഹാഫ് കാൻറ്റൺസ്, അതായത് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്ന പോലെ എന്താ ഫുൾ കാൻറ്റൺസും ഉണ്ട്, ഹാഫ് കാൻറ്റൺസും ഉണ്ട്. അപ്പോൾ 4 ഹാഫ് കാൻറ്റൺസിലെയും ജനങ്ങളുടെ ആനുവൽ അസംബ്ലിയാണ് എന്തെന്ന് പറയുന്നത് ലാൻസ് ജെമൻഡെ എന്ന് പറയുന്നത്. സോ ഇറ്റ് സ്റ്റിൽ എക്സസൈസ് ദ സെൻട്രൽ പൊളിറ്റിക്കൽ അതോറിറ്റി ഓവർ 500 years, മേക്ക് ലോസ് ആൻഡ് എലക്ട് ഒഫീഷ്യൽസ്. അപ്പോൾ ഇന്നും എന്ത് ചെയ്യുന്നു, ബ്രിട്ടനിൽ അവിടുത്തെ ഒരു സെൻട്രൽ പൊളിറ്റിക്കൽ അതോറിറ്റി ആയിട്ട് കഴിഞ്ഞ 500 വർഷങ്ങളായിട്ട് ബ്രിട്ടനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലാൻസ് ജെമൻഡെ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. In other words, the people directly exercise their surprise political power. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, ഡയറക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പവർ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഏതാ ലാൻസ് ജെമൻഡെ എന്ന് പറയുന്നത്. ഇൻ ആനുവൽ ഓപ്പൺ എയർ മീറ്റിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ദ ഓപ്പൺ എയർ മീറ്റിംഗ് ഈസ് കാൾഡ് ലാൻസ് ജെമൻഡെ. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ആനുവൽ ഓപ്പൺ എയർ മീറ്റിംഗ് ആണ്. അതായത് റെപ്രസെൻറ്റേറ്റീവ്സിനെ കൂടാതെ ജനങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു സമ്മേളനം. അപ്പോൾ ഈ സമ്മേളനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ലാൻസ് ജെമൻഡെ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽഡ് ആനുവലി ഓൺ എ സൺഡേ മോർണിംഗ് ഇൻ ഏപ്രിൽ ഓർ മെയ് ഇൻ എ പബ്ലിക് സ്ക്വയർ ഓഫ് ദി ക്യാപിറ്റൽ സിറ്റി. അപ്പോൾ ഈ സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നു, വർഷത്തിലൊരു തവണ, അതായത് ഏപ്രിൽ മാസത്തിലോ അല്ലെങ്കിൽ മെയ് മാസത്തിലെയോ ഒരു ഞായറാഴ്ച രാവിലെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയോട് ചേർന്ന് ഒരു പബ്ലിക് മീറ്റിംഗ് ആയിട്ടാണ്, പബ്ലിക് സ്ക്വയറിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് നടത്തപ്പെടുന്നത്. ദ അറ്റൻഡൻസ് ഈസ് കമ്പൽസറി ഫോർ ആൾ അഡൽട്ട് മെയിൽ സിറ്റിസൺസ്. അത് അംഗങ്ങളെന്ന് പറയുന്നവരാണ് അവിടുത്തെ മെയിൽ പ്രായപൂർത്തിയായിട്ടുള്ള പൗരന്മാരാണ്, എന്താ അത് പുരുഷ പൗരന്മാരാണെന്ന് പറയുന്നത് ഇതിനകത്ത് അംഗങ്ങളെന്ന് പറയുന്നത്. ബട്ട് ഇൻ പ്രാക്ടീസ് ആൾ ഡു നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്സ്. പക്ഷേ എല്ലാവരും എന്ത് ചെയ്യത്തില്ല, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല. ദ മീറ്റിംഗ് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ ദ ഹെഡ് ഓഫ് ദി കാൻറ്റണൽ ഗവൺമെൻറ്. അപ്പോൾ ആ കാൻറ്റണൽ ഗവൺമെൻറ്റിൻ്റെ ഹെഡാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ മീറ്റിങ്ങുകൾ പ്രിസൈഡ് ചെയ്യുന്നത്. ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് സോളംനിറ്റി, പ്രേയേഴ്സ് ആൻഡ് ഹിംസ് ആൻഡ് സംടൈംസ് കളക്റ്റീവ് ഓത്ത്സ്. എന്ത് ചെയ്യുന്നു, വളരെ പരിശുദ്ധമായ പരിപാവനമായ ഒരു അന്തരീക്ഷത്തിൽ പ്രാർത്ഥനകളും പ്രാർത്ഥനാ ഗീതങ്ങളും കളക്റ്റീവായിട്ടുള്ള പ്രതിജ്ഞകളൊക്കെ എന്ത് ചെയ്യുന്നു, ഇവരെടുക്കാറുണ്ട്. സോ ലാൻസ് ജെമൻഡസ് എലക്ട് ദ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ജഡ്ജസ് ആൻഡ് ഒഫീഷ്യൽസ്. ഇവരെന്ത് ചെയ്യുന്നു, അവിടുത്തെ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്റിനെയും എക്സിക്യൂട്ടീവ് കൗൺസിലിനെയും ജഡ്ജസിനെയും മറ്റ് ഒഫീഷ്യൽസിനെയും ഇവരെന്ത് ചെയ്യുന്നു, ഈ സമ്മേളനത്തിൽ വെച്ച് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ദ മീറ്റിംഗ് അപ്രൂവ് ദ അക്കൗണ്ട് ഓൺസ് ദ ബഡ്ജറ്റ് ആൻഡ് ദ ലെജിസ്ലേറ്റീവ് ബിൽസ് ആർ സബ്മിറ്റഡ് ടു ഇറ്റ്സ്. അവിടുത്തെ എന്താണ്, മീറ്റിംഗ്സിന് എന്താ വോട്ട് ഓൺ അക്കൗണ്ടും അതുപോലെ എന്താ ബഡ്ജറ്റും ലെജിസ്ലേറ്റീവ് ബിൽസ് എല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നവർ അവതരിപ്പിച്ച് പാസ്സാക്കുന്നു. ലാൻസ് ജെമൻഡെ ഹാസ് ദ പവർ ടു ചേഞ്ച് കാൻറ്റണൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കാൻറ്റൺസിലെ ഭരണഘടനകളെ എന്ത് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ട്, ലാൻസ് ജെമൻഡെക്കുണ്ട്. സോ ദ കാൻറ്റണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഈസ് പ്രിസൈഡഡ് ബൈ ദ ലാൻസ്മാൻ ഓർ ദ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഈ കാൻറ്റണലിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ഡിസൈഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ലാൻഡ്സ്മാനാണ്, അല്ലെങ്കിൽ അവരാരായി പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ഇതിന് ആനുവൽ മീറ്റിംഗ് ആണ് എന്ന് പറയുന്നത് ലാൻസ് ജെമൻഡെ. അതായത് ഒരു പ്രത്യേക നമ്മൾ പറഞ്ഞു ഗ്ലേറസ് എന്ന് പറയുന്ന കാൻറ്റൺ, ഇതിന് അതിന് ചുറ്റുപാടും കിടക്കുന്ന 4 ഹാഫ് കാൻറ്റൺസിനെയും കൂടിയിട്ടുള്ള ഒരു ആനുവൽ മീറ്റിംഗ് ആണ് എന്ന് പറയാം ലാൻസ് ജെമൻഡെ എന്ന് പറയുന്നത്.